പ്രസ്ഥാനങ്ങൾ പല രീതിയിലാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത്. അതിപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, മതപ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, ക്രിസ്തീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ, ഈ പ്രസ്ഥാനങ്ങളെല്ലാം പോസിറ്റീവായ രീതിയിലും നെഗറ്റീവായ രീതിയിലും മനുഷ്യരെ സ്വാധീനിക്കും. ഒരു പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ മാനുഷികമായ ബുദ്ധിയിലും അതുപോലെ തന്നെ മനുഷ്യരാണ് അത് നയിക്കുന്നത്. പലതരത്തിലുള്ള മനുഷ്യർ, പല സാഹചര്യത്തിൽ നിന്ന് വന്ന മനുഷ്യർ, അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ പ്രസ്ഥാനത്തിൽ തന്നെ നമ്മളോടുകൂടെ നിരവധി ആളുകൾ ചേർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അവരെല്ലാം നിരവധി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ക്രിസ്തീയ സഭ അല്ലെങ്കിൽ പെന്തക്കോസ്ത് സഭകൾ, ഇവയ്ക്കെല്ലാം ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, വിവിധ കൾച്ചറുകൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ പല വിധത്തിൽ സ്വഭാവക്കാരായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ ഇത്ര സമ്മിശ്രമായ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കാം. ചിലത് നമുക്ക് തീരെ ടൈം ചെയ്ത് പോകാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ആ കാര്യങ്ങളിലെല്ലാം പരസ്പരമുള്ളൊരു സഹകരണത്തോടെയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയും മനസ്സിലാക്കലിലൂടെയും വിട്ടുകൊടുക്കലിലൂടെയും ഒക്കെ മാത്രമേ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെന്ന് പറയാനുള്ള കാരണം നമ്മുടെ വിഷയം അതായതുകൊണ്ടാണ്. എല്ലാ പ്രസ്ഥാനങ്ങളും ഇത് തന്നെയാണ്. ഏത് മതപ്രസ്ഥാനം എടുത്താലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങൾ വ്യക്തികളെ സ്വാധീനിക്കുന്ന രീതിക്കും വ്യത്യാസം ഉണ്ടാകും. വ്യക്തികൾ ഈ പ്രസ്ഥാനത്തെ കാണുന്ന രീതിക്കും വ്യത്യാസം ഉണ്ടാകും. അത്തരത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ പോസിറ്റീവായും നെഗറ്റീവായും മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികളെ ഈ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ പ്രസ്ഥാനങ്ങൾ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റിനുമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമായിട്ടുള്ള മനുഷ്യരാണ് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ചില ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ള മനുഷ്യരും. അതായത് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളോ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളോ നിഷേധാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവായ രീതിയിൽ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള, സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ. അവർക്ക് പലപ്പോഴും ഇത്തരം പ്രസ്ഥാനങ്ങളോട് അടങ്ങാത്ത ഒരു വെറുപ്പും വിദ്വേഷവും അസഹിഷ്ണുതയും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വിശ്വാസികൾ തോറ്റുപോകുന്ന ഒരു ഇടമാണത്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി അവർ ഈ പ്രസ്ഥാനത്തെ വിമർശിക്കുമ്പോൾ, പ്രസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് വിമർശിക്കുമ്പോഴൊക്കെ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ അസഹനീയമാണ്. വിശ്വാസികളെന്ന് പറയുന്നവർ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ വന്ന് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കുന്ന പ്രവണത, അല്ലെങ്കിൽ മോശമായ കമൻറ്റുകൾ ഇട്ട് അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത്തരം പ്രവണതകളൊക്കെ നമ്മൾ നിർത്തണം. ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് ഇത്തരം പ്രസ്ഥാനത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ആളുകളെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് പെന്തക്കോസ്തിൽ ഇപ്പോൾ നിൽക്കുന്ന വിശ്വാസികൾ കാര്യമായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ പ്രസ്ഥാനത്തിൽ നിന്നും തിക്താനുഭവങ്ങൾ നേരിട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആ വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറത്തുപോയി ഇപ്പോൾ ഒരു അപ്രഖ്യാപിത നിരീശ്വരവാദിയായി. എന്നാൽ അദ്ദേഹം തൻ്റെ വീഡിയോകളിലൂടെയെല്ലാം താനൊരു നിരീശ്വരവാദി തന്നെയാണ്, ബൈബിളിലെ ദൈവത്തെ പ്രത്യേകിച്ച് നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ഇടയിൽ കണ്ട ഒരു വീഡിയോ, അതിൽ പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം തിരിച്ചു വന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം.
ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല. കോമൺ സെൻസിനും ലോജിക്കിനും യാതൊരു രീതിയിലും തൃപ്തിപ്പെടാനാവാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ കണ്ടതാണ് എന്നെ ഇങ്ങനൊരു വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള മെയിൻ കാരണം. ദൈവം എന്താണെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾ പൊതുവേ പറയാറുള്ള ഒരു 3 വാക്കുകളുണ്ട്: ഒമ്നി പ്രസൻറ്റ്, ഒമ്നി സയൻറ്റ്, ഒമ്നി പൊട്ടൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് സർവ്വവ്യാപി, സർവ്വശക്തൻ, സർവ്വജ്ഞാനി. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് പുള്ളിയാണ്. പുള്ളി തന്നെ ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട് പുള്ളി സർവ്വജ്ഞാനിയാണ്. ആദ്യം മുതൽ അവസാനം വരെ വന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പുള്ളിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. പുള്ളി വിചാരിച്ച രീതിയിലേ കാര്യങ്ങൾ മൂവ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെന്നിരിക്കെ ഇപ്പോൾ പുള്ളി മനുഷ്യരെ ലോകത്തിലേക്ക് വിട്ട് നരകവും സ്വർഗവുമൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ച് അവർക്ക് ശിക്ഷ കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ സ്വർഗത്തിൽ വിടാൻ. അപ്പോൾ ഈ ബൈബിളിൽ പറയുന്നത് തന്നെ സർവ്വജ്ഞാനിയായ ആദ്യം മുതൽ അവസാനം വരെ അറിഞ്ഞിരിക്കുന്ന ദൈവം കൃത്യമായിട്ടും പുള്ളിക്ക് അറിയാം ഈ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഈ അരുണെന്ന ഞാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പുള്ളിക്ക് അറിയാം ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ജനിച്ചു വളർന്ന് ഏകദേശം ഒരു 10-20 വയസ്സ് വരെ ഒരു വിശ്വാസിയായിരിക്കും. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി അറിയും. അതിനുശേഷം ഞാനൊരു നിരീശ്വരവാദിയായി മാറാൻ സാധ്യതയുണ്ട്. പിന്നീട് ഞാൻ ഇങ്ങനെ ജീവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് പറയും, ആ രീതിയിലായിരിക്കും ജീവിക്കുന്നത്. അതിനുശേഷം ഇന്നൊരു ദിവസം ഇന്ന ഡേറ്റിൽ ഈ ഒരു സെക്കൻഡിൽ ഞാൻ മരണപ്പെടും. ഇതെല്ലാം മുൻകൂട്ടി എഴുതി വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഭാഷ പറയുമ്പോൾ പ്രോഗ്രാം ചെയ്ത് പുള്ളി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിമുലേറ്റഡ് ലൈഫ് മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ദൈവം സർവ്വജ്ഞാനിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായപ്പോഴത്തേന് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം, എങ്ങനെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പല പാപങ്ങൾ എന്നിതിൽ എഴുതി, ഞാൻ പാപിയാണെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇവരെഴുതി വെച്ചിരിക്കുന്ന പാപങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെ എൻ്റെ തെറ്റായി മാറും? കാരണം സർവ്വജ്ഞാനിയായ ദൈവം എന്നെ പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്കൊരു സിനിമ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. റൈറ്റർ, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നത് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഒരു അമൽ നീരദ് ചിത്രം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒട്ടുമിക്ക എല്ലാം തന്നെ പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് ഈ ദൈവം. സിനിമ എന്ന് പറയുമ്പോഴത്തേന് ഞാനാണ്, എൻ്റെ കഥയാണ് നടക്കുന്നത്. പുള്ളി റൈറ്റർ കുത്തിയിരുന്ന് എഴുതുന്നു, ഇന്നടത്ത് ജനിക്കുന്നു, എൻ്റെ കഥകൾ ഇങ്ങനെയായിരിക്കും, അവസാനം ഇന്ന സമയത്ത് സിനിമ തീരുന്നതോടുകൂടി ഞാൻ മരിക്കുകയാണ്. അതുവരെയുള്ള എല്ലാം പുള്ളി എഴുതി ചിട്ടപ്പെടുത്തി കഴിഞ്ഞു. പുള്ളി അത് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ ഈ ലോകത്തിലേക്ക് വിടുമ്പോഴാണ്. പുള്ളി ആ എഴുതിയതെല്ലാം വിഷ്വലൈസ് ചെയ്യുന്നു, ലോകത്തിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് വിടുന്നു. അതിനുശേഷം മരിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഞാൻ ഈ ചെയ്തതല്ലേ എൻ്റെ കുറ്റവും? റൈറ്റർ എഴുതിയ രീതിയിലല്ലേ, ഒരു ആക്ടറാണല്ലോ ഞാനതിൽ ആക്ടറാകുമ്പോൾ എങ്ങനെ ഞാൻ ഈ ചെയ്തതല്ല എൻ്റെ കുറ്റവും? ദി ഹോളി മെസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് നേരിട്ട തിക്താനുഭവങ്ങളെക്കുറിച്ച് നിരന്തരമായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന അരുൺ എന്ന ചെറുപ്പക്കാരനെയാണ്, അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും അദ്ദേഹം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു TPM വിശ്വാസിയായിരുന്നു. TPM പെന്തക്കോസ്റ്റൽ സഭകളുടെ ഒരു ഭാഗമായിരുന്നു. ആ വിശ്വാസധാരയിൽ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ച ചില തിക്താനുഭവങ്ങളുടെ പരിണിത ഫലമായിട്ട് അദ്ദേഹം ആ സഭ വിട്ട് പുറത്തു വരികയും ആ വിശ്വാസം തന്നെ ഉപേക്ഷിക്കുകയും തുടർന്നൊരു നിരീശ്വരവാദപരമായിട്ടുള്ള ഒരു പാതയിലേക്ക് സഞ്ചാരം തിരിച്ചുവിടുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരന്തരമായി ഇത്തരം പെന്തക്കോസ്ത് സഭകളെയും അതിൻ്റെ ചില പ്രവണതകളെയും ഒക്കെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് വീഡിയോകൾ അദ്ദേഹം ഇടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ വിമർശിച്ചതോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തികളെ വിമർശിക്കുന്നതോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ തന്നെ വിമർശിക്കുന്നതോ ഒന്നും ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രൊവോക്കേറ്റീവായിട്ടുള്ള, പ്രകോപനപരമായിട്ടുള്ളൊരു കാര്യമേ അല്ല. കാരണം കഴിഞ്ഞ 2000 കാലങ്ങളായി ക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിലുണ്ട്. നിരന്തരമായി വിവിധ വിഭാഗങ്ങളിൽ നിന്ന് നിരവധി ലോകത്തിൻ്റെ അല്ലെങ്കിൽ ചിന്താധാരകളിൽ നിന്നൊക്കെ ശക്തമായ എതിരുകളും എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും പീഡകളും ഒക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് സഭ കഴിഞ്ഞ 2000 കൊല്ലങ്ങളായി ഈ ഭൂമിയിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരു പ്രൊവോക്കേറ്റീവായിട്ടുള്ള രീതിയിലോ, അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിലോ, അല്ലെങ്കിൽ വിശ്വാസികൾ ഇതിനെതിരെ പ്രതികരിക്കണമെന്നോ, ഈ വ്യക്തിയെ ചീത്ത വിളിക്കണമെന്നോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ തിക്താനുഭവങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നു. അത് പ്രസ്ഥാനം നൽകിയതാണ്. അതിനകത്ത് നമുക്കൊരിക്കലും അദ്ദേഹത്തെ കുറ്റം പറയുവാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അരുണുമാർ സൃഷ്ടിക്കപ്പെടുന്നത്? പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ തന്നെ, അതിപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട പെന്തക്കോസ്ത് വിഭാഗമായിക്കൊള്ളട്ടെ, ഈ വിഭാഗത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരായിട്ടുള്ള വിശ്വാസികൾ ഈ വിശ്വാസം വിട്ട് പുറത്തു പോകുന്നത്?
അതിൻ്റെ കാരണം എന്തായിരിക്കാം? പെന്തക്കോസ്ത് സഭകൾ തന്നെയാണോ, അല്ലെങ്കിൽ അവിടുത്തെ ചില രീതികളും അവിടുത്തെ ഉപദേശ സംഹിതകളും ഒക്കെയാണോ ഇതിന് കാരണം? ഇവർ പറയുന്നത് അങ്ങനെയാണ്. അത്തരം ഉപദേശ സംഹിതകൾ ഇവർ യുക്തിക്ക് നിരക്കുന്നതല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഈ വീഡിയോ ക്ലിപ്പിൽ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കാത്തൊരു ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നേരത്തെ എഴുതി വച്ചിരിക്കുന്ന ദൈവം, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് എഴുതി വച്ചിരിക്കുന്ന ദൈവം, അങ്ങനെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ ആ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതിൽ പ്രതിയോ ഒരു വ്യക്തിയെ ശിക്ഷിക്കുന്നതിലോ രക്ഷിക്കുന്നതിലോ എന്ത് യുക്തിയാണുള്ളത് എന്നാണ് ചോദ്യം. അപ്പം ഇത്തരത്തിലുള്ള കോൺട്രഡിക്ഷൻസ് എങ്ങനെയാണ് വിശ്വാസികളുടെ ഹൃദയത്തിൽ കയറുന്നത്? അതിന് ഒരു പ്രധാന കാരണമായി മാറുന്നത് ഉപദേശികൾ തന്നെയാണ്. വ്യക്തമായ രീതിയിൽ പുതിയ നിയമവും ക്രിസ്തുവിൻ്റെ സുവിശേഷവും ലേഖനങ്ങളുടെ ഉപദേശവും ഒന്നും മനസ്സിലാക്കാതെ തങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള ഉപദേശ സംഹിതകളും വ്യാഖ്യാനങ്ങളും ഒക്കെ ബൈബിളിൻ്റെ മേൽ പടച്ചുവിടുന്ന ഉപദേശികളാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അരുണിനെ പോലുള്ള ആളുകൾ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വിമർശനം പ്രസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കയറി ഒടുവിൽ ബൈബിളിലേക്ക് എത്തി യേശുവിനെയും വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്ക് അവർ മാറുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അരുൺ പ്രസ്ഥാനത്തെ വിമർശിച്ചതോ പെന്തക്കോസ്ത് സഭയെ വിമർശിച്ചതിനെയോ എതിരായിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഒരു പ്രതികരണമല്ല. മറിച്ച് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തിന് വിപരീതമാണ്. ഇതിലൊരുപാട് ഫാക്ച്വൽ എററുകളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തുടർന്ന് വരുന്ന ചില വീഡിയോകളിൽ നിങ്ങൾ കേൾക്കും, ഇദ്ദേഹം ആദ്യം കേട്ടുകൊണ്ടിരുന്നത് പാസ്റ്റർമാരുടെ വചന പ്രഘോഷണങ്ങളായിരുന്നു, വ്യാഖ്യാനങ്ങളായിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ അരുൺ ബൈബിളിലേക്ക് തിരിയുന്നതെന്ന് അരുൺ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം, അതായത് ഈ വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഹൃദയത്തിൽ ഫീഡ് ചെയ്തതിന് ശേഷം ആ വ്യാഖ്യാനങ്ങളെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ ബൈബിൾ വായിച്ച അരുണിന് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പാസ്റ്റർ അല്ലെങ്കിൽ ഉപദേശിമാർ പറഞ്ഞതും ബൈബിളുമായി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇദ്ദേഹം കാണുകയാണ്. സ്വാഭാവികമായിട്ടും കാണും, ഉറപ്പായും ഉണ്ടാകും. കാരണം ആദ്യം അരുൺ ചെയ്യേണ്ടിയിരുന്നത് വചനധ്യാനമായിരുന്നു, അല്ലെ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഈ വ്യാഖ്യാനങ്ങൾ ശരിയാണോ എന്നായിരുന്നു പരിശോധിക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് തെറ്റിപ്പോയി. അദ്ദേഹം നേരെ തിരിഞ്ഞു. അദ്ദേഹം വ്യാഖ്യാനങ്ങളെ വെച്ചുകൊണ്ട് വചനത്തെ കമ്പയർ ചെയ്തപ്പോൾ ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻസ് കണ്ടു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അതിൽ കണ്ടെത്തിയ ചില കോൺട്രഡിക്ഷൻസ് ആണ് നമ്മുടെ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായി നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഈ പറയുന്ന അരുണിനെ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ അദ്ദേഹത്തോട് പ്രതികരിക്കുവാനോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായതുകൊണ്ടും ബൈബിളീകമായി ചില തെറ്റുകൾ അല്ലെങ്കിൽ എററുകൾ അതിനകത്ത് കണ്ടതുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള പ്രതികരണ വീഡിയോ ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്, ഈ ഫ്രീ വിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ ദൈവം നമുക്ക് നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു സിനിമയുമായിട്ടാണ്. അതായത് ഒരു തിരക്കഥകൃത്ത് അദ്ദേഹം ഒരു കഥ എഴുതി തീർത്തിട്ട് ആ കഥയെ മുൻനിർത്തിക്കൊണ്ട് സംവിധാനം ചെയ്തുകൊണ്ട് അഭിനയിപ്പിച്ചുകൊണ്ട് ആ നടന്മാരെയും നടിമാരെയും എല്ലാം കൂട്ടിയിണക്കി അഭിനയിപ്പിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ലോകത്തിലെ ജീവിതം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും അരുൺ പ്രസ്ഥാനത്തിൽ നിന്നിറങ്ങി നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതുമൊക്കെ ദൈവം മുന്നമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് അരുൺ സംസാരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ വളരെ അപകടകരമായ ഒരു പ്രശ്നമുണ്ട്. ബൈബിളിൽ ഒരിടത്തും ദൈവം എന്തെങ്കിലും ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് അത് ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന രീതിയിൽ എങ്ങും പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അരുണിൻ്റെ വീഡിയോകൾ കാണുന്ന ഏതൊരു വ്യക്തിക്കും, ബൈബിൾ വായിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് മനസ്സിലാകും അരുൺ ശരിയായ രീതിയിൽ ബൈബിൾ വായിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇത്തരം പ്രസ്ഥാനങ്ങൾ നൽകുന്ന തിക്താനുഭവങ്ങളിലൂടെ വിശ്വാസം വിട്ട് പുറത്തു പോകുന്ന ഒരു വ്യക്തികളും
യഥാർത്ഥത്തിൽ വചനം നല്ല രീതിയിൽ വായിച്ചിട്ടുള്ളവരല്ല എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ളവരെല്ലാം റിവേഴ്സ് ഓർഡറിലാണ് ബൈബിളിലേക്ക് വരുന്നത്. അതായത് ബൈബിളിൽ നിന്നുകൊണ്ട് ഇവർ ഈ വിമർശനത്തെ നോക്കിക്കാണുകയല്ല, ബൈബിളിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ നോക്കിക്കാണുകയല്ല, ബൈബിളിൽ നിന്നുകൊണ്ട് ഉപദേശത്തെ നോക്കിക്കാണുകയല്ല, നേരെ തിരിച്ചാണ്. ഉപദേശികളെ കണ്ടുകൊണ്ട് ബൈബിളിലേക്ക് വരുന്നു, പ്രസ്ഥാനത്തിൻ്റെ പോരായ്മകളെ കണ്ടുകൊണ്ട് ബൈബിളിലേക്ക് വരുന്നു, ഉപദേശിമാരുടെ കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ള ഉപദേശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ബൈബിളിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ കാണുന്നതെല്ലാം പ്രശ്നമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരു പ്രജുഡിസ്ഡ് മൈൻഡ് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മുൻവിധി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത്. അതിപ്പോൾ ബൈബിൾ എന്നല്ല, ഒരു മനുഷ്യനെ തന്നെ നമ്മൾ മുൻവിധിയോടുകൂടി നോക്കിക്കാണുകയാണ്, ഇവൻ ഉഴപ്പനാണ് അല്ലെങ്കിൽ ഇവൻ പ്രശ്നക്കാരനാണെന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനോട് നമ്മൾ ആദ്യമായിട്ട് ഇടപെടുമ്പോൾ അയാൾ ചെയ്യുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മോശമായിട്ട് തോന്നും. അത് മനുഷ്യൻ്റെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അരുണും സംഭവിച്ചത് അത് തന്നെയാണ്. കാരണം മുന്നോട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും ഈ ബൈബിളിൽ ശരിയായ രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടേ ഇല്ല. അദ്ദേഹം പല കാര്യങ്ങളിലും തെറ്റായിട്ടുള്ള ചില ഫാക്ച്വൽ എററുകൾ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടാണ് പലപ്പോഴും ബൈബിൾ സംസാരിക്കാറ്, ഇദ്ദേഹം ബൈബിളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. എന്തായാലും ഇദ്ദേഹം ആദ്യമേ മുന്നോട്ട് വെച്ച ഈ പോയിന്റിനെ തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ദൈവം ഒരിടത്തും എന്തെങ്കിലും ഒരു കാര്യം മനുഷ്യൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടേ ഇല്ല. ഇത് പലപ്പോഴും ഒരുപക്ഷെ വിശ്വാസികളായിട്ടുള്ളവർക്ക് പോലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും. മനുഷ്യന് സ്വതന്ത്ര ഇച്ഛയുണ്ട്. എന്ത് ചെയ്യണം, അടുത്ത നെക്സ്റ്റ് മൂവ് എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. മറ്റ് തടസ്സങ്ങളൊന്നും എന്നെ എതിർക്കുന്നില്ല എങ്കിൽ ഞാൻ ചിന്തിച്ചത് എനിക്ക് അവിടെ പോയി ചെയ്യാം. പക്ഷേ സാഹചര്യം കാരണം ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എൻ്റെ കാല് നിൽക്കുന്നു, അല്ലെങ്കിൽ കരണ്ട് പോകുന്നു. അങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ഫ്രീ വില്ലിന് എതിരായിട്ട് അല്ലെങ്കിൽ ഈ ഫ്രീ വില്ല് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീ വില്ലെന്ന് പറയുന്നത് നമുക്ക് സ്വയമായി നമ്മൾ തന്നെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കുവാനും ആ തീരുമാനത്തെ നടപ്പിലാക്കുവാനുമുള്ള നമ്മുടെ കഴിവിനെയാണ് ഫ്രീ വില്ലെന്ന് പറയുന്നത്. ഇതൊന്ന്. രണ്ട്, ദൈവത്തിന് ഫോർ നോളജ് ഉണ്ട്. അതായത് ദൈവം സർവജ്ഞാനി, ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, സർവജ്ഞാനി, സർവശക്തൻ, സർവ്വവ്യാപി. അപ്പോൾ സർവജ്ഞാനിയാണ് ദൈവം. സർവജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് ആദ്യം ബൈബിളിൽ പറയുന്നത് പോലെയാണെങ്കിൽ ആദിയിലെ തന്നെ അന്തവും കണ്ടവൻ, തുടക്കത്തിലെ തന്നെ എന്താണ് ഒടുക്കമെന്നും കണ്ടവൻ എന്നാണ് അർത്ഥം. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മൾ ജീവിക്കുന്ന ഒരു ഡയമെൻഷനിലല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ മിയർ എർത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ സമയം, ഇവിടുത്തെ രീതികൾ, ഇതെല്ലാം ആപേക്ഷികം. നമ്മൾ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും അറിയാം തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആപേക്ഷികത സിദ്ധാന്തം. നമ്മൾ ഇവിടുന്ന് ചന്ദ്രനിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈം മാറുന്നു, കുറച്ചുകൂടെ ദൂരെ ജൂപ്പിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈം മാറുന്നു. അപ്പം ഇതൊക്കെ ആപേക്ഷികമാണ്. അപ്പം ഇത്തരത്തിൽ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലുള്ള ദൈവം സമയത്തിന് അതീതനായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ഇൻഫിനിറ്റായിട്ട് നിൽക്കുന്ന ഒരു ബീയിങ് ആണ് ദൈവം, നിത്യമായി നിൽക്കുന്ന ഒരു ബീയിങ് ആണ് ദൈവം. ആ നിത്യതയിൽ നിന്നുകൊണ്ട് സമയത്തിലേക്ക് നോക്കുമ്പോൾ ഇതൊരു ചെറിയ കാലയളവാണ്. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ തുടക്കം ഒടുക്കം കാണാൻ കഴിയും. എപ്പോഴും ഈ ഫോർ നോളജിനെ അല്ലെങ്കിൽ സർവജ്ഞാനിത്വത്തെ പലപ്പോഴും ഇപ്പോൾ അരുണിനെ പോലെ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് മുന്നറിവ് ഉള്ളത് കൊണ്ട് ദൈവം സകലതും നേരത്തെ എഴുതി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ഫോർ നോളജ് പ്രീ ഡെസ്റ്റിനേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറിലേക്ക് നമ്മളെല്ലാം കഥാപാത്രങ്ങളെ പോലെ നടന്നു ചെല്ലുന്നു. ഇതെന്താ പാവകളിയാണോ? കഥാപാത്രങ്ങൾ, ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, അതനുസരിച്ച് നമ്മൾ നടന്നു എന്ന് ആ പാവകളി കളിക്കുന്നു. അങ്ങനെ ഇപ്പം ആദത്തിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ആദത്തോട് എന്ത് പറഞ്ഞു? ഇത് കഴിക്കരുതെന്ന് പറഞ്ഞു. ഇവന് ഫ്രീ വില്ലില്ലെങ്കിൽ ഇത് കഴിക്കരുത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം അവനത് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ കൊടുത്തത്. ജീവൻ്റെ വൃക്ഷഫലവും നന്മതിന്മകളുടെ വൃക്ഷഫലം. ഒന്ന് മരണം, ഒന്ന് ജീവൻ. തിരഞ്ഞെടുക്കാം. പല സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനുണ്ട്. മറ്റൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഈ വീഡിയോയും പൂർണ്ണമാക്കാൻ കഴിയത്തില്ല, കാരണം ഇത് അത്ര വലിയൊരു ടോപ്പിക്കാണ്, ഈ ഒരു ഭാഗം മാത്രം. ഇദ്ദേഹം 5-6 പോയിന്റുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം എടുത്ത് വിശദീകരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് നമ്മുടെ ടൈം ലിമിറ്റ് ചെയ്യേണ്ടത് കൊണ്ട്
ഈ ഭാഗത്തിൽ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് വിടുകയാണ്. മനുഷ്യന് ഫ്രീ വില്ലുണ്ട്, അവന് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള കഴിവുണ്ട്, അതിനകത്ത് ദൈവം ഇടപെടത്തില്ല. അപ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ദൈവം ഒരിക്കലും ആദത്തിനോട് ഈ ജീവനെയും മരണത്തെയും തിരഞ്ഞെടുക്കാൻ പറയത്തില്ലായിരുന്നു. ദൈവം ഓൾറെഡി അറിയുകയാണ്, ദൈവത്തിന് അറിയാം ഇവൻ എന്ത് തിരഞ്ഞെടുക്കും, ആദം എന്ത് തിരഞ്ഞെടുക്കുമെന്നുള്ളത് ഉറപ്പായിട്ടും ദൈവത്തിന് അറിയാം. പക്ഷേ അതിൻ്റെ അർത്ഥം ആദം മരണമേ തിരഞ്ഞെടുക്കുവാൻ പാടുള്ളൂ എന്ന് എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതിലേക്ക് ആദം നടന്നെടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇത് പാവകളിയല്ല. വ്യക്തമായി കൃത്യമായി ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു മനുഷ്യനെക്കുറിച്ച്. ആ പ്ലാൻ എന്ന് പറയുന്നത് മനുഷ്യൻ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സാധിക്കണം, നിറവേറ്റണം. അതിനുവേണ്ടിയാണ് ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയിരിക്കുന്നത്. ആ ഒരു ടാസ്ക് കൊടുത്താക്കിയിരുന്നു. പക്ഷെ മനുഷ്യൻ അവൻ്റെ ഫ്രീ വില്ലിൽ തിരഞ്ഞെടുക്കുന്നതെല്ലാം മരണമായിരുന്നു. അതാണ് പറഞ്ഞത്, വലിയൊരു ടോപ്പിക്കാണ്, നമുക്കതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഒരു കാര്യം മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛയും ദൈവത്തിൻ്റെ സർവ്വജ്ഞാനിത്വവും തമ്മിൽ കോൺട്രഡിക്റ്റ് ആകുന്നില്ല. കാരണം ദൈവം ഇത് നേരത്തെ എഴുതി വെച്ചിട്ട് ആ എഴുതി വെച്ചതിനനുസരിച്ച് തുള്ളിക്കുകയല്ല മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പപ്പറ്റല്ല, നമ്മളാരും പപ്പറ്റുകളല്ല. നമുക്കെല്ലാവർക്കും കൃത്യമായ ചിന്താശേഷിയുണ്ട്. അങ്ങനെ തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. അടുത്തൊരു വീഡിയോ കണ്ടു നോക്കൂ, അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പഴയ നിയമവും പുതിയ നിയമവും ഞാൻ പറയുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ചാടി ഇറങ്ങി വരും, നമ്മൾ പഴയ നിയമമൊക്കെ പണ്ടേ വിട്ടതാണ്, നമ്മൾ പുതിയ നിയമത്തിൻ്റെ ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ദൈവം എന്ന് പറയുമ്പോൾ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമല്ലോ. മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളായിരിക്കരുത്. ഈ ദേഷ്യം അങ്ങനെയുള്ള കുറേ ഇമോഷൻസിലൊക്കെ ഒരു കൺട്രോളുള്ള വ്യക്തി ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ പഴയ നിയമത്തിലൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു ലിറ്ററൽ കലിപ്പനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പുള്ളി ആഴ്ചയ്ക്കാണ് ഈ ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങൾ പോയി ഒരു ജീനോസൈഡ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ ചെന്നിട്ട് സ്ത്രീകൾ, കുട്ടികൾ, മുലകുടിക്കുന്നവർ, അവരുടെ കന്നുകാലികളെ പോലും കൊന്നുകളയണം, ഒന്നിനെ പോലും അവശേഷിക്കരുത് എന്ന രീതിയിൽ പലയിടത്തും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ ഒരു മനുഷ്യരെയും ഇപ്പോൾ ഈ കൊല്ലാൻ പറയുന്ന ആളുകളെയും സൃഷ്ടിച്ചത് ഈ മഹാമനസ്കനായ തമ്പുരാൻ തന്നെ ആണല്ലോ. അപ്പോൾ പിന്നെ പുള്ളി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് പ്രോഗ്രാം ചെയ്ത് വിട്ടിരിക്കുന്നവരാണ് അവർ. ഇസ്രായേൽ മക്കളെ ഉണ്ടാക്കി, ഇസ്രായേൽ മക്കൾക്ക് ശത്രുക്കളാകാനായിട്ട് ഇന്നവരെ ഉണ്ടാക്കി. എന്നിട്ട് പുള്ളി പ്രോഗ്രാം ചെയ്ത രീതിയിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ എന്തിനു പുള്ളി അവരെ കൊല്ലണം? ഇതിലും എളുപ്പമായിട്ട് പുള്ളി സൃഷ്ടിപ്പുണ്ടാക്കിയപ്പോഴത്തേക്കും ഇവരെ അങ്ങ് സൃഷ്ടിക്കാതിരുന്നാൽ പോരാ. ഇദ്ദേഹം പഴയ നിയമത്തിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കലിപ്പനായൊരു ദൈവത്തെ, ദേഷ്യപ്പെടുന്ന, കൊല്ലുന്ന, വിവേചിക്കുന്ന, ചിലരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അവർ മാത്രം നല്ലതെന്ന് ചിന്തിക്കുന്ന, വളരെ പാർഷ്യാലിറ്റി കാണിക്കുന്ന മോശപ്പെട്ട ഒരു ദൈവത്തെയാണ് ഇദ്ദേഹത്തിന് പഴയ നിയമത്തിൽ കണ്ടെത്താൻ പറ്റിയത്. യഹോവയായ ദൈവം വളരെ മോശപ്പെട്ട ഒരു ദൈവം. ആളുകളെ കൊല്ലാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടരുതെന്ന് പറയുന്നു, സ്ത്രീകളെ കൊല്ലണമെന്ന് പറയുന്നു. ഒരു വിഭാഗത്തെ തന്നെ ജനസൈഡ്, അല്ലെങ്കിൽ എന്താ പറയുക, വംശഹത്യ നടത്തുവാൻ വേണ്ടി, ഹിറ്റ്ലറിനെയൊക്കെ പോലെ വംശഹത്യ നടത്തുവാൻ വേണ്ടി കമാൻഡ് ചെയ്ത ദൈവം. ഇങ്ങനൊരു ദൈവത്തെയാണ് അരുൺ പഴയ നിയമത്തിൽ കണ്ടെത്തിയത്. കൊല്ലുവാൻ കൽപ്പന കൊടുത്തൊരു ദൈവത്തെയാണ് അരുൺ പഴയ നിയമത്തിൽ കണ്ടെത്തിയത്. അരുണിനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. നമുക്കറിയാം, പഞ്ചഗ്രന്ഥങ്ങൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകത്തിനകത്തെല്ലാം യഹോവ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ യഹോവ കൽപ്പിക്കുന്നു, കനാന്യരെ പോയി വെട്ടിക്കൊല്ലുക, അമാലേക്കരെ നശിപ്പിക്കുക, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുക, അവരുടെ സ്ത്രീകളെ കൊല്ലുക. അപ്പം പഴയ നിയമം വായിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഈ പറയുന്ന പ്രശ്നമുണ്ട്, ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു ദൈവത്തെ അല്ലല്ലോ പുതിയ നിയമത്തിൽ കാണുന്നത്. ഈ കോൺട്രഡിക്ഷനാണ് അരുണിനെ ഇരുത്തി ചിന്തിപ്പിച്ചത്. എന്തുകൊണ്ട് പഴയ നിയമത്തിൽ ഇത്രയും ഹാർഷായിട്ട് പെരുമാറുന്ന ഒരു ദൈവത്തെ കാണുന്നു? വളരെ മോശമായി കൊല്ലുവാൻ കൽപ്പിക്കുന്ന ഒരു ദൈവത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊന്നും കാണുന്നില്ല. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ സ്നേഹവാനായ ഒരു ദൈവത്തെ കാണുന്നു, ക്ഷമിക്കണമെന്ന് പറയുന്ന ദൈവത്തെ കാണുന്നു, ശത്രുക്കളെ പോലും ചേർത്ത് നിർത്തണമെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വല്ലാണ്ട് കോൺട്രഡിക്റ്റായി. ആ കോൺട്രഡിക്ഷനിൽ നിന്ന് ഉരുവാകുന്ന സംശയങ്ങൾ, ആ സംശയ ഒടുവിൽ നമ്മളെ എത്തിക്കുന്നത് എവിടെയാണെന്നറിയാമോ? തീർച്ചയായിട്ടും നിരീശ്വരവാദപരമായ ഒരു ചിന്താഗതിയിലേക്കായിരിക്കും. ഇതെന്താ സംഭവിച്ചത്? ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലല്ലേ മനുഷ്യൻ ചിന്തിക്കുന്നത്? ഇപ്പോൾ ഒരാൾ നമ്മളെ എന്തെങ്കിലും തരത്തിൽ
ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം ചെയ്തു എന്നിരിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ഉറപ്പായിട്ടും ഞാനൊന്നും ചെയ്യുന്നില്ല, ദൈവം ഇവനെ ശിക്ഷിച്ചോളൂ എന്ന് തന്നെയല്ലേ നമ്മുടെ ചിന്ത? ദൈവം അങ്ങനെ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ചിന്ത, ശരിയല്ലേ? അപ്പോൾ അടക്കമുള്ള മനുഷ്യർ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്, അല്ലേ? നമ്മളെ ദ്രോഹിച്ചവന് തിരിച്ച് ഇത് തന്നെ കൊടുക്കണം, അതാ നീതി, അതല്ലേ ശരി? ഇപ്പോൾ ഒരു ക്രൈം ചെയ്ത ഒരു വ്യക്തി മോഷണമോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തിയെന്നിരിക്കട്ടെ, ആ കൊലപാതകം നടത്തിയ വ്യക്തിയെ തീർച്ചയായിട്ടും ശിക്ഷിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലെ ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പം ഈ കൊലപാതകം ചെയ്ത ഈ വ്യക്തിയെ കോടതിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. കോടതി പറയുകയാണ്, സാരമില്ല, ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കോടതി നീതിപൂർവമായിട്ടുള്ളൊരു കോടതിയാണെന്ന് നമ്മൾ പറയുമോ? ഒരിക്കലുമില്ല. കാരണം അതിന് ശിക്ഷ കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ ശിക്ഷ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ആ ബോധമുണ്ടല്ലോ, ആ ബോധം നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അത് മനുഷ്യൻ്റെ മാനുഷികമായിട്ടുള്ളൊരു ചിന്തയാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, കൊലപാതകം ചെയ്തവനെ തുറങ്കിലടയ്ക്കണം, അത് അതിക്രൂരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന് വധശിക്ഷ തന്നെ നൽകണം. ഇത് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ചിന്തയിലുള്ളൊരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ദുഷ്ടത ചെയ്ത ഒരു മനുഷ്യൻ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചു പോയാൽ നമ്മളെന്താ അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി ദൈവത്തിൻ്റെ ഷോൾഡറിലല്ലേ കൊണ്ടിടുന്നത്? അല്ലെങ്കിൽ ഇദ്ദേഹം ഇടിവെട്ടി മരിച്ചു പോവാണെങ്കിൽ ദൈവം ഇടിവെട്ടിച്ചാണെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു തെറ്റ് ഒരു ഏരിയയിലുള്ള ആളുകൾ മുഴുവനും ഒരു ഉരുൾപൊട്ടലിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കയ്യിലിരിപ്പുണ്ടാ എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ. പണ്ട് ശബരിമലയുടെ പ്രശ്നം വന്നപ്പോൾ അതിന് ശേഷമാണല്ലോ പ്രളയം ഉണ്ടായത്. അപ്പോൾ ഈ പ്രളയം വന്നപ്പോൾ അയ്യപ്പൻ്റെ കോപമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് ഇപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവം ആയിക്കോട്ടെ, ആ ദൈവത്തിൻ്റെ ഷോൾഡറിലേക്ക് ഇത് വിടുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ടും കൊറോണ വരുത്തിയത് ദൈവമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റിനും, ശരിയല്ലേ? കൊറോണ വരുത്തിയത് ദൈവമാണ്, മനുഷ്യൻ്റെ കയ്യിലിരിപ്പ് കാരണം ദൈവം കൊടുത്ത പണിയാണ് കൊറോണ. ദൈവം അറിഞ്ഞിട്ടില്ല ഈ സംഭവം, ദൈവം അറിഞ്ഞിട്ടില്ല. അപ്പം ഇതാരാണ് ദൈവത്തിൻ്റെ പേരിലേക്ക് ഇതിനെ ചാർത്തുന്നതെന്നൊന്ന് ചിന്തിച്ചേ. ഇങ്ങനെ കൊല്ലണമെന്നും പണിഷ് ചെയ്യണമെന്നും ഇങ്ങനെയുള്ളവരെ ഒന്നും വെറുതെ വിടല്ലെന്നും മോശക്കാരെല്ലാം മരിക്കേണ്ടവരാണെന്നും അവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ലെന്നും ഒക്കെ ചിന്തിക്കുന്നത് ആരാ? അതാരാണ് ദൈവത്തിൻ്റെ പേരിലേക്ക് ചാർത്തി കൊടുക്കുന്നത്? അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഷോൾഡറിലേക്ക് ആ ഉത്തരവാദിത്വം കൊടുക്കുന്നത് ആരാണെന്നൊന്ന് ചിന്തിച്ച് നോക്കി. ആ ചിന്തയിൽ നിന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ കാണും, നമ്മൾ ലേവ്യ പുസ്തകത്തിൽ സംഖ്യാപുസ്തകത്തിലൊക്കെ കാണുന്ന എന്താണ്? സൈന്യങ്ങളുടെ യഹോവ കൊല്ലുവാൻ കൽപ്പിച്ചു, മൂക്കിൽ ശ്വാസമുള്ള ഒന്നിനെയും വെറുതെ വിടരുതെന്ന് കൊല്ലുവാൻ യഹോവ കൽപ്പിച്ചു, യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഇവരെ എല്ലാം കുഞ്ഞുങ്ങളെ അടക്കം കൊന്നു കളഞ്ഞേക്കണമെന്ന് യഹോവ പറഞ്ഞു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നാ പറയുന്നത്? ആരാ ഇത് എഴുതി വച്ചിരിക്കുന്നത്? ഇതൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് വരുന്ന വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ കൊല്ലുവാൻ ദൈവം പറഞ്ഞു എന്ന് എഴുതി വച്ചിരിക്കുന്ന ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ആര് ഏത് ചിന്തയിൽ നിന്ന് എഴുതിയതാണ് എന്ന് നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം ആ എഴുതി വച്ചിരിക്കുന്ന ഭാഗങ്ങൾ ദൈവശ്വാസീയമല്ലെന്നോ ദൈവത്തിൻ്റെ അറിവോടുകൂടെ അല്ലെന്നോ ഒന്നും അർത്ഥമില്ല. കൃത്യമായും ദൈവത്തിൻ്റെ അറിവോടുകൂടെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവശ്വാസീയം തന്നെയാണ്. പക്ഷേ ദൈവശ്വാസീയം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മീനിങ്, യഥാർത്ഥ അർത്ഥം എന്താണെന്ന് കൂടെ ഗ്രഹിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ ഇത്തരം ചിന്തകളില്ലാതെ ദൈവം കൊന്നു എന്ന് പറയുന്നതിനെ എന്തോ ഒരു വലിയ കാര്യമാണ്, ഞങ്ങളുടെ ദൈവം ഇങ്ങനെയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ കേട്ടില്ലെങ്കിൽ അപ്പം തന്നെ വെട്ടിക്കൊല്ലും എന്ന് പറയുന്ന ചിന്താഗതിക്കാരനാണ് നിങ്ങളുടെ ദൈവം, അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ, ആ ദൈവത്തെയാണ് നമ്മൾ പുറത്തോട്ട് പ്രസംഗിക്കുന്നതെങ്കിൽ ഇനിയും അരുൺമാരുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയും ഈ പ്രസ്ഥാനം വിട്ട് യുവജനങ്ങൾ പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര ശക്തമാണ്, അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. കാരണം യേശു വചനം പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത കഫർന്നഹൂമിനോട്
ഇവരെ തീയിട്ട് നശിപ്പിച്ചേക്കാമെന്ന്, അല്ലെങ്കിൽ ഏലിയാവ് തീയിറക്കിയതുപോലെ ഇവരുടെ മുകളിലേക്കും തീയിറക്കാമെന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ, നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് ചോദിച്ചൊരു ഗുരുവുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു പറയുന്ന പിതാവായ ദൈവമാണ് യഹൂദന്മാരുടെ ദൈവമെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുമ്പോൾ, യഹൂദന്മാർ എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവവും യേശു പറഞ്ഞ പിതാവിൻ്റെ സ്വഭാവവും തമ്മിൽ ഒത്തുപോകാത്ത നിരവധി സ്ഥലങ്ങൾ വരും. നമ്മളതിനെ കവർ ചെയ്യുവാൻ വേണ്ടി ദൈവത്തിൻ്റെ നീതിയാണെന്നും ദൈവം സർവശക്തനും സർവാധികാരിയുമൊക്കെ ആയതുകൊണ്ട് ദൈവത്തിന് തോന്നിയതുപോലെ തീരുമാനങ്ങൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് തടി ഊരാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഇത് ഈ ഓൾട്ടർനേറ്റീവായിട്ടുള്ള വഴികൾ മനുഷ്യരാണ് കണ്ടെത്തുന്നത്. ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ. യേശു എന്ന് പറഞ്ഞാൽ ഞാനാകുന്നു വഴിയും സത്യവും ജീവൻ. അപ്പോൾ ഇതിന് മുമ്പൊരു വഴി ഉണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം? ഇല്ല, ഒറ്റ വഴി, അത് യേശുക്രിസ്തു. അത് അംഗീകരിക്കാത്ത ക്രിസ്ത്യാനികളില്ലല്ലോ. അത് അംഗീകരിക്കാത്തവർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിയല്ല എന്നാണ് എൻ്റെ അർത്ഥം. യേശു ഒറ്റ ഏക വഴി, ഏക സത്യം, ഇതാണ് യേശു. ഏക സത്യം, ഏക വഴി, ഏക ജീവൻ. അപ്പം പിതാവായ ദൈവത്തിന് ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ ചരിത്രം എണ്ണിത്തുടങ്ങുന്ന ഉൽപ്പത്തി മുതലുള്ള സമയം തൊട്ട് മനുഷ്യൻ്റെ ചരിത്രം ബൈബിൾ പറയുന്നത് എവിടം വരെയാണോ അവിടം വരെയും മനുഷ്യർക്ക് ദൈവത്തെ കാണുവാനുള്ള ഒരേ ഒരു വഴി, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യരോട് സംവദിക്കുവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ക്രിസ്തുവാണ്. അതിനല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് വേ ഒരിക്കലും ദൈവം എടുക്കത്തില്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. മനുഷ്യരെ പോലെ അല്ലെന്ന് ദൈവം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുമ്പോൾ എൻ്റെ സ്വഭാവം മാറ്റാനും എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യാനും ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനല്ല. ഞാൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇതൊക്കെ എത്ര സ്ഥലങ്ങളിലാണ് പറയുന്നത്. അപ്പം നമ്മുടെ ചിന്ത, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും ശരിയായ ചിന്ത അല്ലെന്ന് തന്നെ ദൈവം പറയുന്നത്. ഇങ്ങനല്ല ദൈവം എന്നാണ് പറയുന്നത്. അത് മനസ്സിലാക്കാതെ പുതിയ നിയമസഭയിൽ നിന്നുകൊണ്ട് ഇപ്പോഴും യഹോവ കൊന്ന കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞാൽ ആളുകൾ വിട്ടുപോകും. ആരുടെയും കുറ്റമല്ല. ഇനിയും അരുണുമാരുണ്ടായിക്കൊണ്ടേയിരിക്കും. അരുണിൻ്റെയും കുറ്റമല്ല. അപ്പം ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അവിടെ എന്താ സംഭവിച്ചത്, ആ പഴയ നിയമസമയത്ത് എന്താ സംഭവിച്ചത്. പ്രിയപ്പെട്ട അരുണെ, താങ്കൾ ഇത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയതിനകത്ത് പ്രശ്നമുണ്ട്. താങ്കളുടെ മാത്രം കുറ്റമല്ല. ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും തെറ്റിദ്ധരിച്ച കാര്യമായത് ഈ ദൈവത്തെ. ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, ഇത്തരം തെറ്റിദ്ധാരണകളിൽ നിന്ന് ഈ ബൈബിളിലെ ദൈവത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മളായിരിക്കുന്നത്. അതിനാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിന്ന് നോക്കി പുതിയ നിയമത്തിലേക്ക് ഇദ്ദേഹം വരികയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കാണുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്കൊന്ന് കേൾക്കാം. പറയുന്നതാണ്, അത് യഹോവ ഇച്ചിരി കലിപ്പനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിൽ ദൈവം, ഇയാൾക്ക് തീരെ വിവരമില്ല. ഇയാളിനി സൈക്കോപാത്ത് വല്ലതാണോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു? അയാൾ തന്നെ ഉണ്ടാക്കുന്നു, അയാൾ തന്നെ അവരെ അങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു, എന്നിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലുന്നു. ഒരു യാതൊരു വിധ യുക്തിക്ക് നിരക്കാത്തൊരു ദൈവം. ഇത് പറയുമ്പോഴത്തേനും എല്ലാവരും പറയുന്നതാണ്, അത് യഹോവ ഇച്ചിരി കലിപ്പനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഇപ്പോൾ യേശു ക്രിസ്തു അത്ര നല്ലവനാണോ എന്ന് നോക്കാനായിട്ട് പോയപ്പോഴത്തേന് കുറേ കാര്യങ്ങൾ അവിടെയും കാണുന്നു. എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കാനാന്യ സ്ത്രീ യേശു ക്രിസ്തുവിനെ കാണാൻ വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോഴത്തേന് പെട്ടെന്ന് പുള്ളിക്കൊരു വൈബ്രേഷൻ വന്നിട്ട് പുള്ളിക്ക് മനസ്സിലായി ആരോ തൊട്ടു. ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചപ്പോഴത്തേന്, ഞാനാണേ കർത്താവേ, അടിയന് കുറച്ച് സൗഖ്യം കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ ഒരു പുള്ളിക്കാരിയെ അഭിസംബോധന ചെയ്യുന്നത്, മക്കളുടെ ഒപ്പം നായ്ക്കൾ കിട്ടുകൊടുക്കുമോ? ശ്രദ്ധിക്കുക, നായ്ക്കൾ. മക്കളെന്ന് പറയുന്നത് ഇസ്രായേൽ ആൾക്കാരും ഈ കാനാന്യർ ഇവരെന്നുള്ളത് ഇവരുടെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്ലാനാണ്. അപ്പോൾ അവരെ നായ്ക്കളോടാണ് പുള്ളിക്ക് ഉപമിക്കാൻ തോന്നുന്നത്. പുള്ളി തന്നെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് ഇമ്മാതിരി അച്ചള കുച്ചള പാഴുകൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ കളഞ്ഞുപോയ ആടുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവമാണെങ്കിൽ പുള്ളി കാത്തു സൂക്ഷിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഇന്നത്തെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു മോറൽ കോമ്പസ് വെച്ചിട്ട് അങ്ങനെ പറയുന്നത് വളരെ വളരെ വൃത്തികെട്ട മോശമായ ഒരു പദപ്രയോഗമാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. മറ്റൊരു മനുഷ്യനെ നായയോട് ഉപമിക്കുക, അല്ലെങ്കിൽ പല വിശ്വാസികളും വന്നിട്ട് എന്നെ മണ്ടൻ, വിഡ്ഢി, പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാനത് കാര്യമാക്കുന്നേ ഇല്ല. നിങ്ങളുടെ ദൈവം ഇങ്ങനെയാണല്ലോ സംസാരിച്ചത്, അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇതേ പറ്റത്തുള്ളൂ.
യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കേട്ടല്ലോ. യഹോവയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല യേശു. അപ്പം ഇദ്ദേഹം ഒന്ന് അന്വേഷിച്ചു നോക്കിയതാണ്. ഓക്കെ, യഹോവ ഇങ്ങനെയാണ്, പോട്ടെ. ഇനി പുതിയ നിയമത്തിൽ നമ്മളോട് സംസാരിക്കുന്ന ഈ യേശുക്രിസ്തു എങ്ങനെയുണ്ട്, നല്ലവനാണോ എന്ന് തിരക്കി നോക്കിയപ്പോൾ യേശുക്രിസ്തുവിൽ ഒരു നന്മയും അരുണിന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? അരുണിന് യേശുവിൽ കാണാൻ കഴിയുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം പ്രധാനമായിട്ടും എടുത്ത് അദ്ദേഹം പറയുകയാണ്. ആ പറയുന്ന ഭാഗത്ത് ഒരു എറർ, ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ബൈബിൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു എററുണ്ട്, അല്ലേ? ഒരു ഫാക്ച്വൽ, ഒരു ചേരായ്മയുണ്ട് അതിനകത്ത്. നമ്മൾ ഈ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനൊരു രണ്ടാം ഭാഗം കൂടിയുണ്ട്. ആ ഭാഗത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ അരുൺ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ കൃത്യമായ മറുപടി ബൈബിളിൻ്റെയും പശ്ചാത്തലവും വെച്ചുകൊണ്ട് ചരിത്രപരമായ, പുരാവസ്തുപരമായ അല്ലെങ്കിൽ ആർക്കിയോളജിക്കലി നമ്മൾ മനസ്സിലാക്കിയ ഇതിൻ്റെ ടെക്സ്റ്റൽ ക്രിറ്റിസിസം, ബൈബിളിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് അരുണിനും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയുന്ന ഒരു ഭാഗം അടുത്തതായി നമ്മൾ ചെയ്യും. ഈ ഭാഗത്തിൽ യേശുവിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 2 ഇൻസിഡൻറ്റുകളെ ഇദ്ദേഹം, ഒരു ഫോൾസ് മെമ്മറി ആയിരിക്കും ഒരു പക്ഷേ അരുണിൻ്റെ, 2 ഇൻസിഡൻറ്റുകളെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കിയാണ് അരുൺ അതിനകത്ത് പറയുന്നത്. ഇപ്പോൾ കനാന്യ സ്ത്രീ വരുന്നു, അവർ വന്നിട്ട് സൗഖ്യത്തിന് വേണ്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുന്നു. അപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായി യേശുവിന് മനസ്സിലാകുന്നു. യേശു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, ആരാണ് എന്നെ തൊട്ടത്? അദ്ദേഹം അത് വളരെ മോക്കിംഗ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്, സാരമില്ല. അപ്പോൾ ഈ സ്ത്രീ പറയുന്നു, എനിക്ക് സൗഖ്യം വേണം എന്ന് പറയുമ്പോൾ യേശു തിരിഞ്ഞു നിന്ന് ഇവരെ പറയുകയാണ്, മക്കൾക്ക് കൊടുക്കേണ്ട അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. പിന്നെ അതൊരു പ്രശ്നമുണ്ട്. അതായത് ഈ തൊങ്ങലിൽ തൊടുന്ന സ്ത്രീയും ഈ യേശു നായ്ക്കുട്ടിയോട് ഉപമിക്കുന്ന ഒരു സ്ത്രീയും തമ്മിൽ സത്യം പറഞ്ഞ ബന്ധമില്ല. ഇവർ രണ്ട് സ്ത്രീകളാണ്. ഒന്ന്, ഒരു പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ വന്ന്, രക്തസ്രാവക്കാരി ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ വന്ന് തൊങ്ങലിൽ തൊട്ടപ്പോൾ ഉണ്ടായ സൗഖ്യത്തെക്കുറിച്ചാണ്. അത് മറ്റൊരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ. എന്നാൽ ഇവിടെ പറയുന്ന കനാന്യ സ്ത്രീ എന്ന് പറയുന്നത് മറ്റൊരു സ്ത്രീയാണ്. അവരുടെ കുഞ്ഞിന് സൗഖ്യം വേണം, അതിനുവേണ്ടി വരികയാണ്. അതിനുവേണ്ടി വരുമ്പോൾ അവർക്ക് ചുറ്റും ശിഷ്യന്മാരുണ്ട്, യഹൂദന്മാരുണ്ട്. യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് എൻ്റെ മകൾക്ക് സൗഖ്യം വേണം. അപ്പോൾ യേശു പറഞ്ഞു, എന്നെ എൻ്റെ പിതാവ് അയച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളിലേക്കാണ്, നിങ്ങളിലേക്കല്ല. അപ്പോൾ അതിനകത്ത് അരുൺ പറയുന്നത്, നിങ്ങളെ ആപ്പയൂപ്പ ആളുകൾക്ക് ഒന്നും വേണ്ടി അല്ല യേശു വന്നിരിക്കുന്നത്, വലിയ പുള്ളികളായ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് യേശു വന്നിരിക്കുന്നതെന്ന്. അവിടെ അതിനകത്ത് യേശു വന്നിരിക്കുന്ന പർപ്പസ് അല്ല അവിടെ പറയുന്നത്, മറിച്ച് യേശുവിൻ്റെ മിനിസ്ട്രിയാണ് പറയുന്നത്. അത് വ്യക്തമാണ്. യേശു യഹൂദന്മാർക്കിടയിൽ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ ചെയ്തതിലധികം നിങ്ങൾ ചെയ്യുമെന്ന് ഈ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിന് 3.5 കൊല്ലക്കാലം കൊണ്ട് യഹൂദന്മാരെ ധരിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സമയമെടുക്കും. അപ്പം തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ മിനിസ്ട്രിയെ ചെയ്തു തീർക്കാതെ പുറത്തേക്ക് ഇറങ്ങുവാനുള്ള അനുവാദം യജമാനനായ പിതാവായ ദൈവം കൊടുത്തിട്ടില്ല. ആ ഓർഡറിന് കീഴടങ്ങിയിരുന്നു കൊണ്ട് സെർവൻ്റ് ആയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റ് അനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അത് യഹൂദന്മാരുടെ അതൊരു വലിയ ടോപ്പിക്കാണ്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. യഹൂദന്മാരുടെ ഇടയിൽ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു, അവരെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങൾക്കുള്ള സമയമേ ഉള്ളൂ യേശുവിന്. അതിനധികമായി ചെയ്യുവാൻ വേണ്ടി ശിഷ്യന്മാരെ യേശു ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം. അപ്പോൾ യേശു യഹൂദന്മാർക്ക് വേണ്ടിയാണ് മാത്രമാണ് വന്നത്. അങ്ങനെ യേശു യഹൂദന്മാർക്ക് വേണ്ടി മാത്രമാണ് വന്നതെങ്കിൽ ഒരിക്കലും യേശു പറയില്ല ശിഷ്യന്മാരോട്, നിങ്ങൾ യഹൂദൻ്റെ മാത്രം നിന്നാൽ മതി, യഹൂദന്മാരുടെ ഇടയിൽ മാത്രം നിന്നാൽ മതി എന്ന് യേശു പറയത്തുള്ളൂ. ലോകത്തിൻ്റെ അറ്റത്തോളം എന്തിനാണ് പോകുന്നത്? ശിഷ്യന്മാരെന്തിനാണ് പോകുന്നത്? അപ്പോൾ അതൊരു തെറ്റിദ്ധാരണയാണ് അരുണേ, അങ്ങനെ അല്ല അത്. ഇനി ഈ സ്ത്രീയെ നായയോട് ഉപമിച്ചോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനൊരു കാര്യം കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു യേശുവിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് കണ്ടുപിടിക്കണം, പണ്ട് പരീക്ഷന്മാർ ചെയ്തതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവൻ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ അരുണിന് മനസ്സിലായൊരു കാര്യമാണ്, യേശു സ്ത്രീയെ, ഈ പാവം സ്ത്രീയെ നായക്കുട്ടിയോട് ഉപമിച്ചു. യഥാർത്ഥത്തിൽ അവിടെ പറയുന്ന ഒരു പദമെന്ന് പറയുന്നത് ക്യുനാരിയോൺ എന്ന് പറയുന്ന ഒരു പദമാണ്. ക്യുനാരിയോൺ ഒരു ഗ്രീക്ക് വേർഡാണ്. അത് പെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം, പെറ്റ്സ്. നമ്മളത് വീട്ടിൽ വളർത്തുന്ന നായ്ക്കോട്ടെ, അല്ലെ സ്ട്രീറ്റ് ഡോഗ് അല്ല, നമ്മൾ പറയുന്ന സ്ട്രേ ഡോഗ്സ് അല്ല, വഴിയിൽ കൂടി പോകുന്ന പേ പിടിച്ച പട്ടി, അങ്ങനല്ല അതിൻ്റെ അർത്ഥം. അത്
ഒരു ആക്ഷേപം എന്ന രീതിയേക്കാൾ ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതിൽ. അതൊരു പെറ്റ്സിനെയാണ് അത് സഭ, പക്ഷേ മക്കളല്ല, അത് സത്യമാണ്. മക്കളല്ല, അവകാശിയല്ല, അത് സത്യമായ കാര്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടി നമ്മുടെ സ്വത്തിനും നമ്മുടെ ഇതിനൊന്നും അവകാശികളല്ല, പക്ഷെ നമുക്കതിന് വാത്സല്യമുണ്ട്. അപ്പം ഈ അവകാശത്തെക്കുറിച്ചുള്ളൊരു കാര്യം യഹൂദന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി യേശു കൊണ്ടുവന്ന ഒരു ഉപമ മാത്രമാണ്. ഇനി രണ്ടാമത്തെ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത്, യേശുവിൻ്റെ കാലത്ത്, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ യഹൂദന്മാർക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. അത് അവരുടെ ഇൻബോണായിട്ട് അവരിലുള്ളതാണ് ഈ അഹങ്കാരം. അവർ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരാണെന്നും ദൈവത്തിൻ്റെ വലിയ പുള്ളികളാണെന്നും ഒക്കെ ഇന്നും അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജനതയാണ് യഹൂദന്മാർ. അതിനും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഈ അഹങ്കാരത്തിൻ്റെ ഭാഗമായി യഹൂദന്മാർ, ജെൻറ്റൈൽസ്, അന്നത്തെ കാലത്ത് യഹൂദേതര വിഭാഗം, ബൈബിളിൽ അതിനെ ജാതികളെന്നാണ് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത്. ആ പദം ഞാൻ മനഃപൂർവ്വമായിട്ട് ഉപയോഗിക്കാറില്ല. കാരണം ആ പദം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോണ്ടസ്റ്റിൽ ആ ജാതി എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ അതിന് വേറൊരു അർത്ഥം വരും. ജാതികളെന്നല്ല, കൃത്യമായി ജെൻറ്റൈൽസ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നേഷൻസ് എന്ന, യഹൂദേതര, യഹൂദരല്ലാത്ത മറ്റു വിഭാഗങ്ങളെ യഹൂദന്മാർ നായയും പന്നിയും ഒക്കെ ആയിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറയുന്നത് പോലെ കനാന്യസ്ത്രീ പറയുന്നത് പോലെ അവർ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വിഭാഗമാണ് യഹൂദനെ സംബന്ധിച്ചത്. ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നമ്മുടെ ഇവിടുത്തെ ഈ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലുള്ള കൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഉണ്ടല്ലോ, അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന വിഭാഗമാണ് ശമരിയക്കാരും കനാന്യരും ഒക്കെ. യഹൂദന്മാരുടെ കാണിച്ചിൽ പുച്ഛവ. പക്ഷേ ഈ കൾച്ചറൽ കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് ഈ സാംസ്കാരികപരമായിട്ടുള്ള ഈ ഒരു അന്തരം, യഹൂദനും കനാന്യനും തമ്മിലുള്ള അന്തരം, ഈ അന്തരത്തെ യേശു ക്രിസ്തുവിന് കൃത്യമായിട്ട് അറിയാം. ഇവരിങ്ങനെയാണ് ഈ ബാക്കിയുള്ളവരെ കാണുന്നത്. പക്ഷേ അങ്ങനെ നിൽക്കെ, യഹൂദന്മാരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇവർ ദൈവത്തിൻ്റെ സ്വന്തം ആളെ, ഇവരെ ദൈവം ഏതാണ്ട് വലിയ കാര്യത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്നതെന്നൊക്കെ ഒരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇവർ ഭരിക്കപ്പെടാൻ വേണ്ടി വിളിച്ച. ഒന്നാമത് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം കൂടെ പറഞ്ഞില്ല, ഇത് കംപ്ലീറ്റ് ആകത്തില്ല. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം ഒരു മനുഷ്യനെയോ ഒരു ജനതയെയോ കോൾ ഔട്ട് അല്ലെങ്കിൽ ഇവർ പുറത്തേക്ക് വിളിച്ച് വേർതിരിക്കുന്നത്. ഇപ്പം സഭയെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയുന്നത്, സഭ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഈ എന്താ പറയുക, ദൈവത്തിൻ്റെ വിളി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സുപ്പീരിയോറിറ്റിക്ക് വേണ്ടിയുള്ള വിളിയല്ല. അതിപ്പോൾ ദൈവം ഒരാളെ വിളിക്കുന്നു, അയാൾ ഇപ്പോൾ 1000 പേര് അവിടെ നിൽക്കുന്നു, ഇയാളെ മാത്രം ദൈവം ചൂസ് ചെയ്ത് തിരിച്ചു വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ പുള്ളി ഏതാണ്ട് വലിയ കാര്യം ചെയ്തതുകൊണ്ടാണ്, അല്ലെ നമ്മളെക്കാളെല്ലാം എന്തോ ഒരു വലിയ ഒരു സംഭവം ഈ പുള്ളിക്ക് ഉള്ളത് കൊണ്ടാണ് ദൈവം. അങ്ങനെയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഗോഡ് ചോസ് പീപ്പിൾ നോട്ട് ടു റൂൾ ഓവർ ബട്ട് ടു സെർവ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവം ഒരു വിഭാഗത്തെ വിളിച്ച് വേർതിരിക്കുന്നത് ഭരിക്കുവാനല്ല, മറിച്ച് സെർവ് ചെയ്യുവാനാണ്, ശുശ്രൂഷ ചെയ്യുവാനാണ് വിളിക്കുന്നത്. അത് യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെ കൃത്യമായിട്ട് നമുക്ക് കാണാം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ഏറ്റവും ചെറിയവനാകണം. ഗുരുവായ ഞാൻ തന്നെ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നെങ്കിൽ നിങ്ങളിത് പരസ്പരം ചെയ്യണം. അപ്പം ഇവർക്കിടയിൽ തന്നെ ആരാണ് വലിയവനെന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ ശിഷ്യന്മാർക്കിടയിൽ. അപ്പം ഈ പ്രശ്നം ഉണ്ടായപ്പോൾ യേശു എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, നിങ്ങൾ ദാസനാകണമെന്ന് പറയുന്നത്. നിങ്ങൾ വലിയവനാകാൻ, ലീഡറാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ, ദാസനാക് എന്നാ പറയുന്നത്. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ദൈവം ഒരു വിഭാഗത്തെ, ഒരു മനുഷ്യനെ വിളിക്കുന്നത് ആള് കളിക്കാനല്ല, അല്ലെങ്കിൽ അയാളൊരു വലിയ ആളായതുകൊണ്ടുമല്ല, മറിച്ച് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. യഹൂദനെയും ദൈവം വിളിച്ച അതിനു വേണ്ടിയായിരുന്നു, മറ്റ് ജെൻറ്റൈൽസുകൾക്ക് വിളക്കായി മാറാൻ. യെശയ്യാവിൻ്റെ പുസ്തകം പറയുന്നതാ 47-49 അധ്യായങ്ങളിൽ പറയുന്നത് എന്തിനാണ് യഹൂദനെ വിളിച്ചത്? ജാതികൾക്ക്, പുറത്തുള്ള ആളുകൾക്ക്, ജെൻറ്റൈൽസിന് വെളിച്ചമാകുവാൻ വേണ്ടി, പ്രകാശമാകുവാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്തിനാ യഹൂദനെ വിളിച്ചതെന്നുള്ളത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള യഹൂദൻ്റെ തലയ്ക്കുള്ളിലേക്ക് യേശു ക്രിസ്തു ഒരു വലിയ കാര്യം കൊടുക്കുകയാണ്. അവരുടെ ചിന്ത ഇതാണ്, കനാന്യ വന്നിരിക്കുന്നു, ഇവള് നായാണെന്നൊരു ചിന്ത ഈ യഹൂദൻ്റെ തലയ്ക്കുള്ളിലുണ്ട്. ഈ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് യേശു ഈ സ്ത്രീയോട് പറയുന്നത്. പക്ഷേ അതിനെ എങ്ങനെയാണ് ഈ സ്ത്രീ ജയിക്കുന്നതെന്നറിയാമോ? ശക്തമായ വിശ്വാസം കൊണ്ടാണ്. അത് പറയാ, മക്കൾക്ക് കൊടുക്കുന്ന അപ്പക്കഷ്ണം നായ്ക്കുട്ടികൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇത് യേശുവിനെ ശരിക്കും പറഞ്ഞാൽ യേശു പറഞ്ഞ ഒരു കാര്യത്തെ കൗണ്ടർ ചെയ്തത് ഏക സ്ത്രീ അല്ലെങ്കിൽ ഏക വ്യക്തി എന്ന് പറഞ്ഞ ഈ സ്ത്രീയാണ്. വേറെ ആർക്കും യേശുവിനെ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ബൈബിളിൽ. അത്രയ്ക്ക് കണ്ണിങ് ആയിട്ട്, അത്ര കൃത്യമായിട്ടാണ്, ആക്യുറേറ്റ് ആയിട്ടാണ് യേശുവിൻ്റെ മറുപടികൾ.
പക്ഷെ ബൈബിളിൽ എൻ്റെ ബൈബിൾ നമ്മൾ പുതിയ നിയമം എടുത്ത് നോക്കുകയാണെങ്കിൽ യേശുവിനെ പറഞ്ഞു തോൽപ്പിച്ചത് അത് ഈ സ്ത്രീയാണ്. കാരണം തിരിച്ചൊന്നും മറുപടി ഇല്ല യേശുവിന്. യേശു കൃത്യമായിട്ട് അവിടെ പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, ഇസ്രായേലിൽ പോലും ഇത്രയൊരു വിശ്വാസം കണ്ടെത്താൻ പറ്റത്തില്ല, നീ ആഗ്രഹിച്ചത് നിനക്ക് വരട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഭവിക്കട്ടെ എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിലൂടെ യഹൂദൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ യഹൂദൻ തങ്ങളുടേതെന്ന് ധരിച്ച് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവകാശത്തെ വിശ്വാസത്തിലൂടെ യഹൂദൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കനാന്യ സ്ത്രീ ഇതിനെ അവകാശമാക്കുന്ന ആ ഒരു കാഴ്ച, അത് മനോഹരമായ ഒരു തിയോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് അതിനകത്ത്. ഈ മനോഹാരിത മനസ്സിലാക്കാതെയാണ് അരുൺ അതിനെ വിമർശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കോണ്ടക്സ്റ്റ് അല്ലാതെയാണ് അരുൺ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ആ ഒരു അധികാരത്തിലേക്ക്, അവകാശത്തിലേക്ക് വിശ്വാസത്തിലൂടെ കടന്നു വരുന്ന, പിൽക്കാലങ്ങളിൽ വരുവാൻ പോകുന്ന ഒരു ജനതയെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സ്ത്രീ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസം വലുതാണെന്ന് പറയുന്നത്. വിശ്വാസത്തിലൂടെ ഈ അവകാശത്തെ പ്രാപ്തമാക്കുക. ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ബൈബിളിൻ്റെ എൻ്റെ തിയോളജി പറയേണ്ടി വരും. എന്താണ് വിശ്വാസത്തിലൂടെയുള്ള അവകാശം എന്നൊക്കെ കൃത്യമായിട്ട് പറയേണ്ടി വരും. റോമാലേഖനത്തിലൊക്കെ പറയുന്നത്, മാനുഷികമായി ഒരു യഹൂദൻ മറ്റൊരു യഹൂദനെ ജന്മം കൊടുക്കുന്നത് കൊണ്ട് ആ യഹൂദനാകുന്നില്ല. അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവനാണ് യഥാർത്ഥത്തിൽ യഹൂദൻ എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം ഇതൊക്കെ ഒരുപാടുണ്ട്, വായിക്കാനുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്തായാലും തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ ഒന്ന് പോസ് ചെയ്യാം. ഇനിയുമുണ്ട് ഏറെ കാര്യങ്ങൾ അരുണ് നമ്മളോട് സംസാരിക്കാൻ. ആ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പ്രതികരിക്കണം. എന്തായാലും ഈ ഒരു ഭാഗം നിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, യേശു ഒരിക്കലും ആ സ്ത്രീയെ നായ എന്ന് വിളിച്ചിട്ടില്ല. മറിച്ച് ഒരു ഉപമ അവിടെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇരിക്കുന്ന യഹൂദനും കൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ യേശു സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി നടക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും എല്ലാവരിലും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയും. അതിന് ആരുടെയും കുഴപ്പമല്ല, ആരുടെയും പ്രശ്നമല്ല, യേശുവിൻ്റെ പ്രശ്നമല്ല, നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇനിയും ഏറെ കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. അരുണിന് പറയാനുള്ളത് നമുക്ക് കേൾക്കണം. അതിൻ്റെ പ്രതികരണം എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ.